വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ വന്നിട്ടുള്ളത് ചിരട്ട വെച്ചുകൊണ്ട് മനസ്സിൽ പോലും ചിന്തിക്കാത്ത കുറച്ച് നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. ചിരട്ട വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ശരിക്കും ഷോക്കാവും. അത്രയ്ക്കും നല്ല ടിപ്സാണ് ഞാൻ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അപ്പം ഞാൻ നമ്മളുടെ ടിപ്പിന് വേണ്ടിയിട്ടുള്ള ചിരട്ട ഇവിടെ കത്തിച്ചെടുത്തിട്ടുണ്ട്. അല്ലാണ്ട് അങ്ങ് കത്തിച്ച് ചാരമാക്കി എടുക്കരുത്. ഇതുപോലെ എല്ലാം ഒന്ന് കത്തിയതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇതൊന്ന് കെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത്. ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ നമ്മളുടെ ടിപ്പിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്കിവിടെ കിട്ടേണ്ടത്. ഇനി ഞാൻ മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ചാർക്കോൾ പൗഡർ കൊണ്ടുണ്ടാക്കിയ ഹെയർ ഡൈ ഓയിലാണ് കേട്ടോ. അകാല നിരയുള്ളവർക്കൊക്കെ പറ്റിയ നല്ലൊരു കിടിലൻ നാച്ചുറൽ ഹെയർ ഡൈ ഓയിൽ തന്നെയാണിത്. അപ്പോൾ വെളുത്ത മുടിയുള്ളവർ അതുപോലെ തന്നെ മുടിക്ക് ഉള്ളു കുറവുള്ളവരൊക്കെ ഈ രീതിയിലൊന്ന് ഹെയർ ഡൈ ഓയിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ മുടി നന്നായിട്ട് കറുപ്പായിട്ട് വരാനും അതുപോലെ തന്നെ ഇടതൂർന്ന മുടി ഉണ്ടാവാനും മുടിക്ക് നല്ല ബലം കിട്ടാനൊക്കെ സഹായിക്കുന്നതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ഡൈ ഒന്നും യൂസ് ചെയ്യാതെ ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള ഓയിലൊക്കെ ഉണ്ടാക്കി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ പൊടിച്ചെടുത്ത ചാർക്കോൾ പൗഡറിലേക്ക് കുറച്ച് നാരങ്ങ നീരും അതുപോലെ തന്നെ കുളിക്കുന്ന സോപ്പിൻ്റെ ഒരു ചെറിയ പീസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല കരിയുള്ളൊരു ചട്ടി തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ പുറത്ത് വെച്ചാണ് ഇട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നത്. നല്ല കരിയുള്ളത് കൊണ്ട് തന്നെ പുറത്ത് വെച്ച് ക്ലീൻ ചെയ്യായിരിക്കും എളുപ്പം. നിങ്ങൾ അലക്കുന്ന സോപ്പ് എടുക്കരുത് കേട്ടോ, കുളിക്കുന്ന സോപ്പ് തന്നെ എടുക്കുക. അപ്പോഴേ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ കരിയൊക്കെ ഇളകി പോവുള്ളൂ. ഇത് വിറകടുപ്പിൽ മന്തി ഉണ്ടാക്കിയ ഒരു പാത്രമായിരുന്നു. ഇത് ഞാൻ എണ്ണ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടോ. നിങ്ങൾ വിറകടുപ്പിൽ ഇതുപോലുള്ള പാത്രങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്ന സമയത്ത് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ചാരുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ചട്ടിയുടെ പുറത്തായിട്ട് നമുക്ക് തേച്ച് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ വല്ലാണ്ട് അങ്ങ് ഉരച്ച് ബുദ്ധിമുട്ടിയിട്ടൊന്നും തന്നെ ഇല്ല. ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുത്തപ്പോൾ തന്നെ നമുക്ക് പുതിയതുപോലെ തന്നെ ഇവിടെ പാത്രമായി കിട്ടിയിട്ടുണ്ട്. കരിയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഈ അടിയിലെ കരി ഞാൻ കളയുന്നില്ല കേട്ടോ. നമ്മൾ ആ പാത്രത്തിൻ്റെ അടിയിലെ കരി നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഓട്ടയാവാതിരിക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ ലൈവായിട്ടുള്ള റിസൾട്ട് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ചാർക്കോൾ പൗഡർ ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തേന് അതുപോലെ തന്നെ കറ്റാർവാഴ ജെല്ല് ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. വല്ലാണ്ടങ്ങ് വെള്ളം പോലെ ആവരുത്, എന്നാൽ നല്ല കട്ടിയിലും ആവരുത്. ആ രൂപത്തിൽ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മളുടെ ഫേസിലും അതുപോലെ തന്നെ നമ്മുടെ കയ്യിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ ധാരാളമായിട്ട് ആക്റ്റീവ് കാർബൺസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള രോമങ്ങൾ ഒഴിവാക്കാനും അതുപോലെ തന്നെ മുഖത്തിന് നല്ല ബ്രൈറ്റ്നെസ് കിട്ടാനും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ പോകാനൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തേച്ചിട്ട് കുറച്ച് സമയത്തിന് ശേഷം ഇതുപോലെ ഒന്ന് പീൽ ചെയ്തെടുക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് നമുക്കിത് പീൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നല്ലൊരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ലൈവായിട്ട് കാണുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഈ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വലിയ വില കൊടുത്ത് നമ്മൾ മാർക്കറ്റിൽ നിന്നും പൈസ കൊടുത്ത് പീൽ ഓഫ് മാസ്കോ ചാർക്കോൾ പൗഡറോ ഒന്നും തന്നെ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ നാച്ചുറൽ ആയിട്ട് വലിച്ചെറിഞ്ഞ് ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കിയിട്ട് പല്ല് തേച്ച് കൊടുക്കുന്ന സമയത്ത് ഒരു ഇച്ചിരി നാരങ്ങനീരും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നമ്മൾ ബ്രഷ് ചെയ്ത് വരികയാണെങ്കിൽ മഞ്ഞപ്പല്ല് അതുപോലെ തന്നെ പല്ലിലുള്ള കറകളൊക്കെ പോയിട്ട് പല്ല് നല്ല വെട്ടി തിളങ്ങാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. ഇത് കുറച്ച് അധികം തന്നെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ യാതൊരു കേടും തന്നെ സംഭവിക്കുന്നതല്ല. അതുപോലെ നമ്മൾ പുറത്ത് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മളുടെ അകത്തേക്കും ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മളുടെ ചിരട്ട. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നതാണ്. കുട്ടികൾ ഡയറക്റ്റായിട്ട് നമ്മൾ കലക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കുടിക്കില്ല. ഇതുപോലെ അവർക്ക് ഇഷ്ടപ്പെട്ട ബർഗറിലോ ദോശയിലോ ഇഡലിയോ അതുപോലെ തന്നെ ജ്യൂസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരും ഇഷ്ടത്തോടു കൂടി കഴിച്ചോളും. അതുപോലെ തന്നെ ഡ്രോയിങ്ങിനൊക്കെ താല്പര്യമുള്ള മക്കൾക്ക് ഇതുപോലെ ചാർക്കോളിൻ്റെ ക്രയോൺസ് പെൻസിൽ സ്കെച്ചൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. ഈ ചാർക്കോളിൻ്റെ പൗഡർ ഉപയോഗിച്ചിട്ട് ഇത് മാത്രമല്ല കേട്ടോ, ചാർക്കോളിൻ്റെ സോപ്പ്, ഷാമ്പു അതുപോലെ തന്നെ പേസ്റ്റ് ടാബ്ലറ്റ്സ് അതുപോലെ തന്നെ കുറേയധികം സംഭവങ്ങൾ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇത് നമ്മൾ പുറത്തൊക്കെ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഒരുപാട് പൈസ കൊടുക്കേണ്ടി വരും. ഇതിലുള്ള ചിലതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ യാതൊരു മുതൽ മുടക്കും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്.
അപ്പോൾ എല്ലാവരും ആ ടിപ്പും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ചിരട്ട നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. നമ്മൾ അന്ന് എടുത്ത ചിരട്ട ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കായിരിക്കും നല്ലത്. എന്നിട്ട് കുറച്ച് പേരയ്ക്കൻ്റെ ഇലയും കൂടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നാരോട് കൂടെ തന്നെ ഞാൻ ഇതുപോലെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1 ലിറ്റർ വെള്ളം 1/2 ലിറ്റർ ആകുന്നവരെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ അതിൻ്റെ എസൻസ് ഒക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് നല്ലൊരു കളർ കട്ടൻ ചായയുടെ ഒരു കളറായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ഇതിലുള്ള നാരുകൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഏറെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നാരുകളോട് കൂടെ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിൽ നമ്മൾ പേരയിൽ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ഷുഗർ ഉള്ളവർക്കൊക്കെ 1 മാസം വരെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഷുഗർ നല്ലൊരു വ്യത്യാസം വരുന്നതാണ്. മാത്രമല്ല കൊളസ്ട്രോൾ, ഷുഗർ, ഡയറ്റ് കീപ്പ് ചെയ്യുന്നവർക്കൊക്കെ ആരോഗ്യപ്രദമായിട്ടുള്ള നല്ലൊരു ഹെൽത്ത് ഡ്രിങ്ക് തന്നെയാണിത്. അതുപോലെ തന്നെ പണ്ട് കാലം മുതൽ തന്നെ ആയുർവേദത്തിൽ വലിയൊരു സ്ഥാനം തന്നെ ചിരട്ട വെന്ത വെള്ളത്തിനുണ്ട്. രോഗശമനിയായിട്ടും ദാഹശമനിയായിട്ടൊക്കെ യൂസ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ BP, ഷുഗർ, അമിതവണ്ണം ഉള്ളവർ, കൊളസ്ട്രോൾ ഉള്ളവരൊക്കെ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി കുടിച്ചു നോക്കുക. നിങ്ങൾക്ക് ലൈവായിട്ട് അതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പാല് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ചിരട്ട ചായയാണ് കേട്ടോ. നിങ്ങൾ ചിരട്ടയിൽ ഇതുവരെ ചായ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് നമുക്ക് ഈ ചിരട്ടയിൽ ചായ ഉണ്ടാക്കി എടുക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അത്യാവശ്യം വലിയൊരു ചിരട്ട തന്നെ ഞാൻ ഒന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകി കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിരുന്നു ഈ ചിരട്ട പെട്ടെന്ന് കത്തി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പാല് ചിരട്ടയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് നമുക്കിത് കത്തി പോകുന്നില്ല കേട്ടോ. ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചിരട്ട ചായ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ചിരട്ട ചായ മാത്രമല്ല നമുക്ക് എന്ത് വേണമെങ്കിലും ഈ ചിരട്ടയിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റും തന്നെയായിരിക്കും. അപ്പോൾ നമ്മുടെ ചായയൊക്കെ നന്നായിട്ട് ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഏലക്ക ചതച്ചതും ചെറിയൊരു ഇഞ്ചിൻ്റെ പീസ് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും. ഈ ചിരട്ട കത്തിപ്പോയിട്ട് ഒന്നും തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ ചിരട്ട ചായ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഉപ്പൊക്കെ കുറച്ച് അധികം തന്നെ വാങ്ങിച്ചു വെക്കുന്ന സമയത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നന്നായിട്ട് അതിൽ വെള്ളമയം കാണാമല്ലേ. ഇതുപോലെ ഒരു ചിരട്ട പീസ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്കോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിലുള്ള വെള്ളത്തിന് നന്നായിട്ട് അത് വലിച്ചെടുത്ത് ഈർപ്പമില്ലാതെ നമ്മുടെ ഉപ്പ് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ എപ്പോഴും ഇരിക്കുന്നതാണ്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയിലും ഈ ടിപ്പ് തന്നെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഞാൻ ചിരട്ടയിൽ പുട്ടാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റാഗി പുട്ടാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. പുട്ട് മാത്രമല്ല കേട്ടോ, ഇഡലി, ഇടിയപ്പം എന്ത് വേണമെങ്കിലും നമുക്ക് ഈ ചിരട്ടയിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ പുട്ടുകുറ്റിയിൽ ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാളും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത്. ഞാനിപ്പോൾ ഇത് കുക്കറിലാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ആ രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ ചിരട്ട പണ്ടത്തെ പോലെയല്ല കേട്ടോ, ആക്രിക്കാരൊക്കെ എടുക്കുന്നുണ്ട്. നമ്മളെ വീടുകളിൽ വന്ന് അവർ ശേഖരിക്കും. 1 കിലോയ്ക്ക് 33 രൂപയൊക്കെയാണ്. പക്ഷെ നമ്മൾ ഓൺലൈനിൽ ഇത് കൊടുക്കുന്ന സമയത്ത് 150 രൂപേൻ്റെ മുകളിൽ നമുക്ക് കിട്ടും. നമുക്ക് ഓൺലൈനായിട്ടും ചാർക്കോൾ പൗഡറായിട്ടും ചിരട്ടയായിട്ടും ഒക്കെ നമുക്ക് സെയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു വരുമാന മാർഗ്ഗം കൂടെയാണ് കേട്ടത്. അടുത്തതായിട്ട് ചിരട്ടയിൽ കുറച്ച് അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ചന്ദനത്തിരിയാണ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നത്. ചന്ദനത്തിരി സ്റ്റാൻഡ് ഇല്ലാത്തവരൊക്കെ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും. ഇതിൻ്റെ പൊടിയൊന്നും എവിടെ വീട്ടിലൊന്നും വീണ് വൃത്തികേടാവുകയൊന്നും തന്നെ ഇല്ല. ഈ അരി കേടാവുകയൊന്നുമില്ല. മാസങ്ങളോളം നമുക്കിത് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നാച്ചുറലായിട്ട് ഒറ്റ ദിവസം കൊണ്ട് മൺചട്ടി മയക്കിയെടുക്കാനുള്ള നല്ലൊരു കിടിലൻ ടിപ്പാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചിരട്ട ഇതുപോലെ ഒന്ന് കത്തിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് കത്തി ചാരമാകുന്നവരെ തന്നെ നമുക്ക് ഈ മൺചട്ടിയിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കത്തിച്ചെടുക്കണം. എന്നിട്ട് ചാരമായതിനു ശേഷം നന്നായിട്ടൊന്ന് കഴുകി അന്ന് തന്നെ കുക്കിങ്ങിനും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ മൺചട്ടി മാസങ്ങളോളം വെച്ചിട്ട് നമ്മൾ സീസൺ ചെയ്തെടുക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ മൺചട്ടിക്ക് നല്ല ഈടും കിട്ടും. അതുപോലെ തന്നെ പൊട്ടി പോവുകയില്ല. നോൺ സ്റ്റിക്ക് പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ്. അപ്പോൾ ചിരട്ടയൊക്കെ നന്നായിട്ട് കത്തി വരുന്നുണ്ട്. ചാരമാകുന്നവരെ തന്നെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ബേക്കറികളിലും അതുപോലെ തന്നെ ഹോട്ടലിലും ധാരാളമായിട്ട് ചിരട്ട നല്ലൊരു ഇന്ധനമായിട്ട് യൂസ് ചെയ്ത് വരുന്നുണ്ട്. കാരണം ചിരട്ട കൂടുതൽ സമയം ചൂട് നിൽക്കും എന്നതിനാലും അധികം പുക ഉണ്ടാവില്ല എന്നൊരു കാരണത്താലും മാത്രമാണ്
എല്ലാവരും ഇത് കൂടുതലായിട്ടും യൂസ് ചെയ്ത് വരുന്നത്. അപ്പോൾ നന്നായിട്ട് ഇവിടെ കത്തി വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് ഞാനിവിടെ നാച്ചുറലായിട്ട് എങ്ങനെയാണ് കൺമഷി ഉണ്ടാക്കിയെടുക്കുക, അതുപോലെ തന്നെ കാജൽ ഉണ്ടാക്കിയെടുക്കുക എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ചിരട്ട നന്നായിട്ടൊന്ന് കത്തിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ കരി കൊണ്ടാണ് ഇവിടെ കാജൽ ഉണ്ടാക്കിയെടുത്തത്. അങ്ങനെ നമ്മൾ നാച്ചുറലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് തന്നെ കണ്ണിന് യാതൊരു വിധ പ്രോബ്ലം തന്നെ ഉണ്ടാവുന്നതല്ല. നാച്ചുറലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ യൂസ് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് കറുപ്പ് നിറം നൽകാനും അതുപോലെ തന്നെ നമ്മളെ പിരികത്തിനൊന്നും കട്ടിയില്ലാത്തവർക്കൊക്കെ നല്ല പിരികം കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. ഇതിൽ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് നമ്മളുടെ ആവണക്കെണ്ണയാണ്. നമ്മളുടെ തലമുടിക്കായാലും അതുപോലെ തന്നെ നമ്മളുടെ പിരികത്തിനായാലും നല്ല കട്ടി കിട്ടുന്ന ഒന്ന് തന്നെയാണ്. അപ്പം നാച്ചുറലായിട്ടുള്ള ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. ഇനിയിപ്പോൾ ഞാൻ കാജൽ ഉണ്ടാക്കിയതാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ചാർക്കോൾ പൗഡർ വെച്ചിട്ട് എങ്ങനെയാണ് കൺമഷി ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ചാർക്കോൾ പൗഡർ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ഞാനൊരു മൺചിരാതിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് ആവണക്കെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ ഒന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ കുപ്പിയിലേക്ക് ഒഴിച്ച് വെക്കുകയാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കുട്ടികൾക്കായാലും വലിയവർക്കായാലും നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. യാതൊരു സൈഡ് എഫക്റ്റും തന്നെ ഉണ്ടാവുന്നതല്ല. ഒരു ഫംഗ്ഷനൊക്കെ പോയിട്ട് വരുന്നവർ നന്നായിട്ട് ഇത് ലാസ്റ്റ് ചെയ്യും കേട്ടോ. നല്ല കളറും കിട്ടും, അതുപോലെ തന്നെ നമ്മളുടെ പിരികത്തിനൊക്കെ നല്ല കട്ടിയും കിട്ടുന്നതാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ രീതിയിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നന്നായിട്ട് നല്ല കളറായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളടുത്ത് ഐലൈനറിൻ്റെ കുപ്പി ഉണ്ടെങ്കിൽ അതിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഐലൈനറായിട്ടും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. കുറച്ച് അധികം അരിയൊക്കെ നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് അതിൽ കുറേ ദിവസം നമ്മൾ സൂക്ഷിച്ച് വെക്കുമ്പോൾ പ്രാണികളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ടല്ലേ. ഇതുപോലെ ഒരു ചിരട്ട നമ്മൾ പൊട്ടിച്ചതിന് ശേഷം അല്ലെങ്കിൽ മുഴുവനായിട്ട് അരിയിലേക്കൊന്ന് ഇറക്കി വെക്കുകയാണെങ്കിൽ പ്രാണികളൊന്നും വരില്ല. മാത്രമല്ല ഈ മഴക്കാലത്ത് നല്ല ഈർപ്പം വരും. നമ്മൾ എന്ത് തന്നെ വെച്ചു കൊടുത്താലും പൂപ്പൽ വരാതെയും ഈർപ്പം വരാതെയും സഹായിക്കുന്നതാണ്. അപ്പോൾ അതും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണം കേട്ടോ. അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചിരട്ട ഇതുപോലെ ഒന്ന് പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ചിരട്ടക്കരിയിൽ നിന്നും കാർബൺ ഉൽപ്പാദിപ്പിക്കുന്നു. ആണവ വികിരണത്തെ പ്രതിരോധിക്കാൻ ഈ കാർബണിന് ശേഷിയുണ്ട് എന്ന തിരിച്ചറിവാണ് ചിരട്ടയുടെ ഡിമാൻഡ് ഇപ്പോൾ കൂടുതൽ ആവാൻ കാരണം. വെള്ളം, പഞ്ചസാര, പഴച്ചാറ് എന്നിവ ശുദ്ധീകരിക്കാൻ ചിരട്ട ഉപയോഗിക്കുന്നുണ്ട്. ഉയർന്ന ആഗിരണ ശേഷി ഉള്ളതുകൊണ്ട് തന്നെ ജലശുദ്ധീകരണത്തിനും വായു ശുദ്ധീകരണത്തിനും ചിരട്ടയിൽ നിന്ന് നിർമ്മിക്കുന്ന കരി കൂടുതലായിട്ടും യൂസ് ചെയ്ത് വരുന്നുണ്ട്. മാത്രമല്ല നമ്മളെ കിണറിലെ വെള്ളം ശുദ്ധീകരിക്കാനും ചിരട്ട കത്തിച്ചിട്ടാൽ മതിയാവും. വീടിനുള്ള വായു ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ചിരട്ട തുറന്ന പാത്രങ്ങളിൽ ചിരട്ടക്കരി സൂക്ഷിച്ചു വെച്ചാലും നല്ലതാണ്. നമ്മുടെ വീടിനുള്ള ബാഡ് സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെറുതെ നമ്മൾ കരി വെച്ച് കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇത്രയും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ചിരട്ട നിങ്ങൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയരുത് കേട്ടോ. അപ്പോൾ ചിരട്ടയൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ചിരട്ടയിൽ അടങ്ങിയിട്ടുള്ള എല്ലാ ഗുണങ്ങളും നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്നവരെ തന്നെ നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ എസൻസ് ഒക്കെ ഇറങ്ങി വരുമ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് ചേഞ്ച് ആയിട്ട് വരും. ഇപ്പോൾ നമ്മളുടെ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൊല്യൂഷനിലേക്ക് ആവശ്യമായിട്ടുള്ള ബേക്കിംഗ് സോഡയാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. ബേക്കിംഗ് സോഡ നല്ലൊരു ക്ലീനിങ് ഏജന്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ചിരട്ടയും. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വിനീഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് വലിയൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുക. ചിലപ്പോൾ അത് പതഞ്ഞ് പൊങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ വിനീഗറും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കിച്ചൺ സിങ്കിലേക്കാണ്. ഇതിലൂടെ വരുന്ന ബാഡ് സ്മെല്ല് അതുപോലെ തന്നെ ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് പോയിട്ട് നമ്മളുടെ സിങ്കൊക്കെ നന്നായിട്ട് ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. നിങ്ങളിത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു ഇളം ചൂടോടുകൂടെ തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ ഞാനിവിടെ വാഷ് ബേസിലും ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സിങ്കിലായാലും വാഷ് ബേസിലായാലും ചില സമയത്ത് വല്ലാത്തൊരു ബാഡ് സ്മെല്ല് കാര്യങ്ങളൊക്കെ തന്നെ വരുമല്ലേ. നമ്മളതിൽ ചിരട്ടയൊക്കെ ഉൾപ്പെടുത്തിയോട് തന്നെ നന്നായിട്ട് നമ്മളുടെ സിങ്ക് വാഷ് ബേസ് ഒക്കെ ക്ലീൻ ആവാനും അതുപോലെ തന്നെ ബ്ലോക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. ഇനി ഞാൻ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ക്ലോസറ്റിലേക്കാണ്. ഈ ഒരു പ്രക്രിയ തന്നെയാണ് നമ്മുടെ ക്ലോസറ്റിൽ നടക്കുന്നത്. നന്നായിട്ട് നമ്മുടെ ക്ലോസറ്റിലുള്ള എല്ലാം ക്ലീൻ ആയി വരുന്നതാണ്. ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവുന്നതല്ല. അപ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് സിങ്കിലും വാഷ് ബേസിലും ക്ലോസറ്റിലൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ലൈവായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. നമ്മളെ ക്ലോസറ്റ് ബ്ലോക്ക് ആവുക ഒന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ നന്നായിട്ട് ക്ലീൻ ആയി വരാനും സഹായിക്കുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.